ബിസിനസ് ലോകത്തിന് ഒരു പുതുമായ ഭാഷയുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ആ ഭാഷയാണ് അക്കൗണ്ടിംഗ്. ഒരു കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ വളർച്ചയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ലോകത്തോട് സംസാരിക്കുന്നത് ഈ ഭാഷ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അക്കൗണ്ടിംഗ് എന്ന ഈ ശക്തമായ ഭാഷയെ ഒന്ന് അടുത്തറിയാം, അല്ലേ? ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏതൊരു ബിസിനസ്സിനും പറയാനൊരു കഥയുണ്ടാകും, അല്ലേ? അതിന്റെ വിജയങ്ങളുടെയും ചിലപ്പോൾ വീഴ്ചകളുടെയും നേട്ടങ്ങളുടെയും ഒക്കെ ഒരു കഥ. പക്ഷേ ഈ കഥ എങ്ങനെയാണ് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മറ്റുള്ളവരോട് പറയുക? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്കും അക്കൗണ്ടിംഗ്. അതെ, ഇതാണ് അതിന്റെ ഉത്തരം. ബിസിനസ്സിൽ നടക്കുന്ന ഒരുപാട് സങ്കീർണമായ കാര്യങ്ങളില്ലേ, അതിനെയൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് അക്കൗണ്ടിംഗ്. അതായത് സിമ്പിളായി പറഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ഇടപാടുകളെയും ഒരു കഥ പോലെ, ഒരു കല പോലെ ചിട്ടയായി രേഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഏതൊരു ഭാഷയ്ക്കും ഒരു വ്യാകരണമുള്ളതുപോലെ അക്കൗണ്ടിങ്ങിനും അതിൻ്റേതായ നിയമങ്ങളും ചിട്ടകളുമുണ്ട്. ഈ നിയമങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ബിസിനസ് കഥയെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നാക്കി മാറ്റുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ഈ അടിസ്ഥാന പ്രക്രിയ ഒരു കഥ എഴുതുന്നതുപോലെ തന്നെയാണ്. നോക്കൂ, ആദ്യം എന്ത് സംഭവിക്കുന്നുവെന്ന് തരംതിരിക്കുന്നു, പിന്നെ ആ സംഭവങ്ങളെല്ലാം ചിട്ടയായി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഈ വിവരങ്ങളെല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് അന്തിമ റിപ്പോർട്ടുകളായി സംഗ്രഹിക്കുന്നു. ഏറ്റവും അവസാനം ഈ റിപ്പോർട്ടുകൾ നോക്കി ഈ കഥ വ്യാഖ്യാനിച്ച് ബിസിനസ്സിന് വേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതാണ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായ നിയമമെന്ന് പറയാം. പണത്തിന്റെ കണക്കിൽ അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ബിസിനസ്സിന്റെ ഔദ്യോഗിക കഥയിൽ, അതായത് അതിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഓർക്കണം. ശരി, ഈ നിയമം എങ്ങനെയാണ് പ്രവൃത്തിയിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, 1,00,000 രൂപയ്ക്ക് ഒരു മെഷീൻ വാങ്ങുന്നു. അത് പണത്തിന്റെ കണക്കിൽ അളക്കാം, അല്ലേ? അപ്പോൾ അത് നമ്മൾ രേഖപ്പെടുത്തും. പക്ഷേ മറുവശത്ത് നോക്കൂ, മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ ഒരു വഴക്കുണ്ടായി, അല്ലെങ്കിൽ ജീവനക്കാർക്ക് കമ്പനിയോട് ഭയങ്കരമായ കൂറുണ്ട്. ഇതൊക്കെ ബിസിനസ്സിനെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതിനൊരു പണത്തിന്റെ മൂല്യം കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ടുതന്നെ അക്കൗണ്ടിംഗ് പുസ്തകങ്ങളിൽ ഇതിനൊന്നും സ്ഥാനമില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ അക്കൗണ്ടിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണ് ഈ സാമ്പത്തിക ഭാഷ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം? അതെ, ഇതാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. നമ്മൾ ഈ കഴിഞ്ഞ കാലത്ത് കണക്കുകളൊക്കെ രേഖപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഭാവിയിലേക്ക് വേണ്ട നല്ല തീരുമാനങ്ങളെടുക്കാനാണ്. അക്കൗണ്ടിംഗ് ഒരു കണ്ണാടി പോലെയാണെന്ന് പറയാം. അത് കമ്പനിയുടെ ഭൂതകാലം നമുക്ക് കാട്ടിത്തരും. എന്തിന്? ശോഭനമായൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ശരി, ഒരു കമ്പനി അതിന്റെ സാമ്പത്തിക കഥയൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചു. അപ്പോൾ ആരാണ് ഈ കഥയൊക്കെ വായിക്കുന്നത്? ഒരുപാട് പേരുണ്ട്. ഇവരെയാണ് നമ്മൾ സാധാരണയായി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ആരാണിവർ? എന്തിനാണ് അവർക്ക് ഈ കഥ അറിയേണ്ടത്? നോക്കൂ, ഇതിൽ ആരൊക്കെയുണ്ടെന്ന്. ലോൺ തരുന്ന ബാങ്കുകൾ, കമ്പനിയിൽ പണം നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, സാധനങ്ങൾ കടമായി തരുന്നവർ, പിന്നെ കമ്പനിയുടെ ഉള്ളിലുള്ള മാനേജ്മെന്റ്, ടാക്സ് പിരിക്കുന്ന സർക്കാർ. ഇവർക്കെല്ലാവർക്കും കമ്പനിയുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് കൃത്യമായി അറിയണം. ചുരുക്കി പറഞ്ഞാൽ, ആ കമ്പനിയുടെ നല്ല ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആർക്കും ഈ കഥ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഗൗരവമുള്ളതാകുന്നത്. ചിന്തിച്ചു നോക്കൂ, ഒരു ബാങ്ക് നിങ്ങളുടെ കമ്പനിക്ക് ലോൺ തരണോ വേണ്ടയോ എന്ന് എങ്ങനെ തീരുമാനിക്കും? അല്ലെങ്കിൽ ഒരു നിക്ഷേപകൻ നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ തയ്യാറാകുമോ? ഈ വലിയ തീരുമാനങ്ങളെല്ലാം അവരെടുക്കുന്നത് ഈ പറയുന്ന സാമ്പത്തിക റിപ്പോർട്ടുകൾ, അതായത് ഈ കഥ വായിച്ചു നോക്കിയിട്ടാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അക്കൗണ്ടിംഗ് എപ്പോഴും ഇങ്ങനെയായിരുന്നില്ല. കാലം മാറിയപ്പോൾ, ബിസിനസ്സിന്റെ രീതികൾ മാറിയപ്പോൾ ഈ ഭാഷയും അതിനനുസരിച്ച് ഒരുപാട് മാറി. നമുക്ക് ആ ചരിത്രത്തിലേക്ക് പെട്ടെന്നൊന്ന് പോയി വരാം. പുരാതന ഗ്രീസിലും റോമിലുമൊക്കെ തുടങ്ങിയ ചെറിയ കണക്കെഴുത്തിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. പിന്നെ 1494-ൽ ലൂക്ക പാസിയോളി എന്നൊരാൾ ഡബിൾ എൻട്രി സിസ്റ്റം കൊണ്ടുവന്നതോടെ ആധുനിക അക്കൗണ്ടിങ്ങിന് ഒരു അടിത്തറയായി. പിന്നീട് വ്യാവസായിക വിപ്ലവം വന്നു, ലോകമഹായുദ്ധങ്ങൾ വന്നു, ബിസിനസ് കൂടുതൽ സങ്കീർണമായപ്പോൾ അക്കൗണ്ടിംഗ് എന്ന ഈ ഭാഷയും ഒപ്പം വളർന്നു. അതെ, ബിസിനസ് വളർന്നതിനനുസരിച്ച് പുതിയ പ്രശ്നങ്ങളും പുതിയ ആവശ്യങ്ങളും വന്നു. അപ്പോൾ അതിനെയൊക്കെ നേരിടാൻ അക്കൗണ്ടിങ്ങിന് പുതിയ രൂപങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം പുതിയ ഭാഷാഭേദങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടി വന്നു. ഓരോ പുതിയ വെല്ലുവിളിക്കും ഓരോ പുതിയ ഭാഷാഭേദം. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോയത്. ഉദാഹരണത്തിന് നമ്മൾ കേട്ടിട്ടില്ലേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നൊക്കെ. ഇവയെല്ലാം ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്കായി രൂപം കൊണ്ടവയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളൊക്കെ വന്ന സമയം ഓർക്കുക. ഒരുപാട് പേർ പണം നിക്ഷേപിക്കും.
പക്ഷേ കമ്പനി നടത്തുന്നത് വേറെ ചിലരാകും. അപ്പോൾ ഈ പണം മുടക്കിയ നിക്ഷേപകർക്ക് ഒരു ഉറപ്പ് വേണ്ടേ? കമ്പനി നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നറിയണ്ടേ? ആ ഒരു വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന ഈ ശാഖയുണ്ടായത്. ഇനി വ്യാവസായിക വിപ്ലവത്തിന്റെ കാലത്തേക്ക് വരാം. വലിയ വലിയ ഫാക്ടറികൾ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു പ്രധാന ചോദ്യം വന്നു. ഓരോ സാധനവും ഉണ്ടാക്കാൻ കൃത്യമായി എത്ര രൂപ ചെലവാകുന്നുണ്ട്? ഉൽപ്പാദനം എങ്ങനെ മെച്ചപ്പെടുത്താം? ഉൽപ്പന്നത്തിന് എന്ത് വിലയിടണം? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമായിരുന്നു കോസ്റ്റ് അക്കൗണ്ടിംഗ്. ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇത് പ്രധാനമായും കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഭാഷയാണ്. അതായത് മാനേജർമാർക്ക്. കമ്പനിയെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാനും പ്രശ്നങ്ങൾ കണ്ടെത്താനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും അവരെ സഹായിക്കുന്നൊരു ടൂളാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്.